CPM ഇപ്പോൾ കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് കൃത്യമായി നമ്മൾ ആ നെറേറ്റീവ് കണ്ടുവേണം നമ്മളതിന് വിലയിരുത്താൻ. ആരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യമായി തിരിച്ചറിവുണ്ടായെന്ന ചോദ്യമാണ്. 2012 പാർട്ടി കോൺഗ്രസിലാണ് ഇന്ത്യയിൽ ഈ പാർട്ടി വളരുന്നതിന് തടസ്സമായത്, ഇവിടുത്തെ സമവാക്യങ്ങളെ തിരിച്ചറിയാതെ പോയത്, മതങ്ങൾക്കും ജാതികൾക്കും ഉണ്ടാകുന്ന വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് എന്ന് കോഴിക്കോട് നടന്ന സംസ്ഥാന CPMന്റെ സമ്മേളനത്തിൽ അവരുടെ അജണ്ടയിൽ ചർച്ച ചെയ്യപ്പെടുകയും അന്നുണ്ടായിരുന്ന തീരുമാനവുമായിരുന്നു. ആ അടിസ്ഥാനത്തിൽ നയമായി പോയ ഒരു പാർട്ടി ഇപ്പോൾ എന്തുകൊണ്ടാണ് പുതിയൊരു നടപടിയുമായി പോകുന്നത് എന്ന ചോദ്യം. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ സാമുദായികത അല്ലെങ്കിൽ ജാതീയ വ്യവസ്ഥകൾ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊന്നും അഡ്രസ് ചെയ്യാതെ നമ്മളെല്ലാവരെയും ഒരേ കോണിലേക്ക് എണ്ണി നോക്കിയാൽ സ്വാഭാവികമായി പിറകോട്ടായി പോകുന്ന മനുഷ്യരെ നമ്മുടെ അളവുകോലിൽ തന്നെ ഒരേ സ്കെയിലായി പോകുമ്പോൾ അതൊരു കൃത്യമായ അളവുകോലാവില്ല എന്ന വിലയിരുത്തലിലാണ് ഞാൻ ലേഖനം എഴുതിയത്. അതിൽ ക്ലാരിറ്റി ഉണ്ട്. പാർട്ടി പറഞ്ഞത് അതേ നിലപാട് തന്നെയാണ്, അതിൽ വ്യത്യസ്തമൊന്നുമില്ല. മതം ഒരു വിഷയമേ അല്ലാതെ നമ്മൾ ഈ രാജ്യത്തെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് എന്ത് മറുപടിയുള്ളത്? അപ്പോൾ ആ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മതവും ജാതിയും അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന പരിപ്രേക്ഷ്യത്തിലാണ് ലേഖനം. അത് 100% പാർട്ടിയുടെ കാഴ്ചപ്പാട് തന്നെയാണ്.